നമസ്കാരം, എല്ലാവർക്കും PSC സ്റ്റഡി നോട്ട്സിലേക്ക് സ്വാഗതം. ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് PSC മുൻവർഷങ്ങളിൽ നടത്തിയ കേരള ജിയോഗ്രഫിയുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളും ഉത്തരങ്ങളുമാണ്. ഓക്കെ, നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം. ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കാം. കേരളത്തിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതി ഏതാണ്? പള്ളിവാസൽ, ശബരിഗിരി, ഇടുക്കി, മുതിരമ്പുഴ. കേരളത്തിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതി പള്ളിവാസലാണ്. കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ ആണ്. പള്ളിവാസൽ ജലവൈദ്യുത പദ്ധതി സ്ഥിതി ചെയ്യുന്നത് ഇടുക്കി ജില്ലയിലാണ്. 1940കളിലാണ് ഇത് തുടക്കം കുറിച്ചത്. അപ്പോൾ ഒന്നുകൂടെ നോക്കാം. കേരളത്തിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതിയാണ് പള്ളിവാസൽ ജലവൈദ്യുത പദ്ധതി. ഇത് സ്ഥിതി ചെയ്യുന്നത് ഇടുക്കി ജില്ലയിലാണ്. 1940കളിലാണ് ഇത് തുടക്കം കുറിച്ചത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. കേരളത്തിലെ ഏറ്റവും വലിയ കോട്ട സ്ഥിതി ചെയ്യുന്നത് ഏത് വില്ലേജിലാണ്? പള്ളിക്കര, കാസർഗോഡ്, നിറമൻകര, സുൽത്താൻ ബത്തേരി. കേരളത്തിലെ ഏറ്റവും വലിയ കോട്ട സ്ഥിതി ചെയ്യുന്നത് ഏത് വില്ലേജിലാണ്? കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ ആണ്, പള്ളിക്കരയാണ്. കേരളത്തിലെ ഏറ്റവും വലിയ കോട്ട ബേക്കൽ കോട്ടയാണ്. ബേക്കൽ കോട്ട സ്ഥിതി ചെയ്യുന്നത് കാസർഗോഡ് ജില്ലയിലെ പള്ളിക്കര വില്ലേജിലാണ്. അതും കൂടെ നോട്ട് ചെയ്തോളുക. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. താഴെ പറയുന്നവയിൽ ഏത് വിളയുടെ ഉൽപ്പാദനത്തിലാണ് സംസ്ഥാന അടിസ്ഥാനത്തിൽ കേരളത്തിന് 2ാം സ്ഥാനമുള്ളത്? കാപ്പി, തേയില, കരിമ്പ്, പരുത്തി. കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ ആണ്, കാപ്പിയാണ്. കാപ്പി കൃഷി ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്നത് കർണാടകയാണ്. 2ാം സ്ഥാനം കേരളത്തിലാണ്. 3ാം സ്ഥാനത്തുള്ളത് തമിഴ്നാടാണ്. അതുകൂടെ നോട്ട് ചെയ്തോളുക. അടുത്ത ക്വസ്റ്റ്യൻ. 1859 കേരളത്തിൽ എവിടെയാണ് ആദ്യത്തെ കയർ ഫാക്ടറി ആരംഭിച്ചത്? തൃശ്ശൂർ, കൊല്ലം, ആലപ്പുഴ, കണ്ണൂർ. 1859 കേരളത്തിൽ എവിടെയാണ് ആദ്യത്തെ കയർ ഫാക്ടറി ആരംഭിച്ചത്? കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി ആണ്, ആലപ്പുഴയാണ്. ഇനി അതുമായി ബന്ധപ്പെട്ട ഫാക്ടറി കൂടെ നോക്കാം. ഐറിഷ് വംശജനായ ജെയിംസ് ഡാറ ഹെൻറീസ് മെയിലുമായി ചേർന്ന് ഡാറാസ് മെയിൽ എന്ന പേരിലാണ് ഈ ഫാക്ടറി സ്ഥാപിച്ചത്. ഫാക്ടറിയുടെ പേര് ഡാറാസ് മെയിൽ എന്നാണ്. 1859 ഇത് സ്റ്റാർട്ട് ചെയ്തത്. ആലപ്പുഴ ജില്ലയിലാണ്. അതും കൂടെ നോട്ട് ചെയ്തോളുക. അടുത്തത്. മലയാളം സംസാരിക്കുന്ന പ്രദേശങ്ങൾ ഉൾപ്പെടുത്തി കേരളം രൂപീകരിക്കണമെന്ന് പരാമർശിക്കുന്ന ആദ്യകാല ഗ്രന്ഥം ഏതാണ്? 1.25 കോടി മലയാളികൾ, ഇന്ത്യയെ കണ്ടെത്തൽ, പശ്ചിമോദയം, സംക്ഷേപ വേദാർത്ഥം. കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ ആണ്, 1.25 കോടി മലയാളികളാണ്. 1.25 കോടി മലയാളികൾ എന്ന കൃതി എഴുതിയത് EMS നമ്പൂതിരിപ്പാടാണ്. അതും കൂടി നോട്ട് ചെയ്തുകൊള്ളുക. മലയാളം സംസാരിക്കുന്ന പ്രദേശങ്ങൾ ഉൾപ്പെടുത്തി കേരളം രൂപീകരിക്കണമെന്ന് പരാമർശിക്കുന്ന ആദ്യകാല ഗ്രന്ഥം 1.25 കോടി മലയാളികളാണ്. ഇത് എഴുതിയിരിക്കുന്നത് EMS നമ്പൂതിരിപ്പാടാണ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. താഴെ പറയുന്നവയിൽ ആനമുടിയെക്കുറിച്ചുള്ള തെറ്റായ പരാമർശം ഏതാണ്? ഇന്ത്യൻ ഉപദ്വീപീയ പീഠഭൂമിയിലെ ഏറ്റവും ഉയരമേറിയ കൊടുമുടി. ശരിയാണ്. ഇരവികുളം ദേശീയോദ്യാനം ഉൾപ്പെടുന്ന പ്രദേശം. ശരിയാണ്. കേരളത്തിലെ വയനാട് ജില്ലയിൽ സ്ഥിതി ചെയ്യുന്നു. തെറ്റാണ്. ഇടുക്കി ജില്ലയിലാണ്. ഏകദേശം 2695 മീറ്റർ ഉയരം. അതും ശരിയാണ്. അപ്പം തെറ്റായിട്ടുള്ളത് ഓപ്ഷൻ സി ആണ്. ബാക്കിയെല്ലാം ശരിയാണ്. ആനമുടിയെക്കുറിച്ച് ഒന്നുകൂടെ നോക്കാം. ഇന്ത്യൻ ഉപദ്വീപീയ പീഠഭൂമിയിലെ ഏറ്റവും ഉയരമേറിയ കൊടുമുടി ഇരവികുളം ദേശീയോദ്യാനം സ്ഥിതി ചെയ്യുന്നു. കേരളത്തിലെ ഇടുക്കി ജില്ലയിൽ സ്ഥിതി ചെയ്യുന്നു. ഏകദേശം 2695 മീറ്ററാണ് ഉയരം വരുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ. കേരളത്തിൻ്റെ കായിക തലസ്ഥാനം എന്നറിയപ്പെടുന്നത് ഏത് സ്ഥലമാണ്? കോതമംഗലം, തലശ്ശേരി, പയ്യന്നൂർ, അരുവിക്കര. കേരളത്തിൻ്റെ കായിക തലസ്ഥാനം എന്നറിയപ്പെടുന്നത് കോതമംഗലമാണ്. ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ വരുന്നത്. അടുത്തത്. കേരളത്തിൻ്റെ ഇപ്പോഴത്തെ കായിക വകുപ്പ് മന്ത്രി ആരാണ്? വി അബ്ദുറഹ്മാൻ, പി രാജീവ്, AK ശശീന്ദ്രൻ, GR അനിൽ. കേരളത്തിൻ്റെ ഇപ്പോഴത്തെ കായിക വകുപ്പ് മന്ത്രി വി അബ്ദുറഹ്മാനാണ്. ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ വരുന്നത്. വ്യവസായ വകുപ്പ് മന്ത്രിയാണ് പി രാജീവ്. അടുത്തത് AK ശശീന്ദ്രനാണ്. വനം വന്യജീവി വകുപ്പ് മന്ത്രിയാണ് AK ശശീന്ദ്രൻ. GR അനിൽ ഭക്ഷ്യ പൊതുവിതരണ വകുപ്പ് മന്ത്രിയാണ്. അതും കൂടെ നോട്ട് ചെയ്ത് വെച്ചോളുക.